പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുക്കുംബറാണ് കേട്ടോ. കുക്കുംബർ നമ്മൾ ഇതിൻ്റെ വിത്ത് ഇട്ടെന്ന് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് പടർന്ന് ഇങ്ങനായി. നമ്മൾ അപ്പുറത്തുള്ള കുക്കുംബർ ഒന്നിമ്മ കായ്ച്ചിട്ടുണ്ട്, ഒരു കായുണ്ട്. ഇതിന്മേലും ഇങ്ങനെ കായ ആവാൻ ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്താ ഇതൊക്കെ ഇങ്ങനെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കായ പറിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 25 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. 25 ആയിട്ടില്ല, ഒരു 20 ദിവസം പ്രായമായിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇത് കായ വരാനുള്ള ഇത് പൂവൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഇതിന് നമുക്കിത് ഉണ്ടാക്കാൻ വലിയൊരു ചിലവ് അതൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു ചാക്ക് എടുക്കുക, അല്ലെങ്കിൽ നിലത്തായാലും മതി. അതിൽ കുറച്ച് അടിയിൽ കുറച്ച് കരിയിലിടുക, പിന്നെ കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളൊന്ന് ഇതിനൊരു 3 ഇല ആകുമ്പോൾ എന്തെങ്കിലും ഒരു വളം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന്മേൽ ഇപ്പോൾ നമ്മൾ ഒരു കുക്കുംബർ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാവുകയാണ്. ഞാനിപ്പോഴാണ് ഇത് ഈ വീഡിയോ പിടിച്ചപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. അതിൻ്റെ മുന്നേ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുവരെ തന്നെ പൂവ് ഉണ്ടാവുന്നുണ്ട്. പൂവും കായൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉണ്ടാവും. അപ്പോഴാണ് പൂവ് ആദ്യം ഈ പെൺപൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൺപൂവ് ഉണ്ടായെങ്കിലാണ് നമുക്ക് ഇത് കായ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനിവിടെ പൂവ് വിരിയാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നാളെ വരും. അപ്പോൾ അത് പരാഗണം നടക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. നമ്മൾ അതിന് ഈ വേറെ വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിത് ഇടയ്ക്കൊന്ന് മണ്ണിട്ട് കൊടുക്കും. ആദ്യം ഇത്രയ്ക്ക് മണ്ണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ഒരു കാൽഭാഗം. പിന്നെ അത് കുറച്ച് വളപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കോഴിക്കാസ്റ്റും അതും ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കുറഞ്ഞ വളമുള്ളൂ, കുറഞ്ഞ പരിചരണമുള്ളൂ. നമുക്കിപ്പോൾ ഇതിന് ചിലവ് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് മാത്രമാണ് കേട്ടോ. അല്ലാതെ വേറെ നമ്മൾ കൂടുതലായിട്ടുള്ള ചിലവൊന്നും ഇതിനില്ല. അതുപോലെ തന്നെ ഞാൻ ജർജീർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജർജീർ എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് പരിചയം ഉണ്ടാവും. ഇത് നമ്മൾ ഈ കപ്സിൻ്റെയും മന്തിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കണ സലാഡിലൊക്കെ ഇതിൻ്റെ വാരി പച്ചക്ക് കഴിക്കണ ഒരു ഇലയാണ് കേട്ടോ. ഇത് നല്ല വിലപിടിപ്പുള്ള, നമ്മളിവിടെയൊക്കെ കുറഞ്ഞൊരു ചെറിയൊരു ഇല പിടിക്കുന്ന 60-70 ഉറുപ്പ്യൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വില ഉള്ളൊരു ഈ സലാഡുകൾക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ നല്ല ഇതായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഗൾഫിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതുപോലുള്ള കരുത്തുള്ള ഇലകളാണ്. അതുപോലെ തന്നെ നമ്മളവിടെ ഇത് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ വിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാണ് കേട്ടോ. ഈ ഗ്രോ ബാഗിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ നിലത്ത് നടാം കേട്ടോ. ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി, മണ്ണ് ഒക്കെ കുറച്ച് മണലും മിക്സ് ചെയ്തിട്ട്, വേരോട്ടം കിട്ടാനും മണൽ മിക്സ് ചെയ്ത് കേട്ടോ. എന്നിട്ട് പാവി കുറച്ച് നമ്മൾ ഈ ചീരവിത്തൊക്കെ പാകണ പാവ് ഒരു 3 ദിവസം കൊണ്ട് മുളക്കും കേട്ടോ. 2.5 ദിവസം തന്നെ ആകുമ്പോൾ അത് മണ്ണെന്ന് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. പെട്ടെന്ന് മുളക്കുന്ന ഒരു വിത്താണ്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം നനച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ മണ്ണ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ തൂമ്പ് മൂടി പോകാതിരിക്കാൻ. എന്നാൽ തന്നെ അത് നല്ല വളർച്ച കിട്ടും. ഇതുപോലുള്ള ഗ്രോ ബാഗിൽ ചെയ്താൽ മതി. ഒരു 3 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള ഈ ജർജീർ നമുക്ക് കിട്ടും. പിന്നെ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഏകദേശം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചൊക്കെ തക്കാളി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മൾ ഇതൊരു ചെറിയ തക്കാളിയാണ് കേട്ടോ. ഇത് നമ്മൾ സലാഡിലൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ മണിത്തക്കാളി, ചെറിയ തക്കാളിയാണ്. നല്ല കായ ഉണ്ടാകേണ്ടത് കേട്ടോ. നിറയെ കായകളാണിത്. നല്ല കായപ്പിടുത്തുണ്ട്, പക്ഷേ ചെറിയ തക്കാളിയാണ് മാത്രം. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല തക്കാളി ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അത്ര പെട്ടെന്ന് നശിച്ചു പോകാത്തൊരു തക്കാളിയാണ് കേട്ടത്. ഒരുപാട് കാലാവധി മറ്റേ നമ്മൾ വലിയ തക്കാളി ഉണ്ടാകുന്നതിൽ ഒരുപാട് നമുക്കിത് ഇതിൽ കായം കിട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് ചെടിക്ക് വളർച്ച എത്തി കായ നിൽക്കാതാവും ചെയ്യും. ഒരുപാട് ദിവസം
ഇത് നമുക്ക് കായ പറിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഈ വെണ്ടയിൽ നമ്മളൊരു പരീക്ഷണം നടത്തിയുണ്ട്. വെണ്ട അത് കായ് തീർന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആ മുകൾക്ക് പോയ പഴയ തണ്ട് കട്ട് ചെയ്തിട്ടോ. ഇതിവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് പിന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ ഉണ്ട്, ഇതിമ പൂവുണ്ട്, ഇതാകെ ഒരു പിന്നെ ഒരു സ്റ്റെമ്പ് ചെയ്യുന്ന ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനത് കട്ട് ചെയ്ത്, അപ്പോൾ അതിമ നിറയെ പിന്നെ ഇതുണ്ടാവുന്നുണ്ട്. ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയതിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇതുപോലൊക്കെ പിന്നെ കായ ഉണ്ടാവുന്നുണ്ട്, വെണ്ടക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ, പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ കായം കണ്ടുണ്ടാവുകയാണ്, പൂവും കായ ഉണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ വളർച്ച നിൽക്കുന്നതാണ് തോന്നുന്നത്. എന്നാലും നമ്മളൊരു പരീക്ഷണത്തിൽ നമുക്ക് വേറെ തൈകൾ ആവണുള്ളൂ. അപ്പോൾ അത് ആവണതിനനുസരിച്ച് നമുക്കിത് ശരിയാവണമെങ്കിൽ, സക്സസ് ആവണില്ലെങ്കിൽ നമുക്കിത് പറിച്ച് വേറെ ഉണ്ടാക്കണം. പിന്നെ അവിടെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഫുള്ള് പിന്നെ ഈ ഭാഗത്തൊക്കെ വഴുതനങ്ങയാണിത്. നമ്മളൊരു 6-7 ചെടി ഇവിടെ വഴുതനങ്ങ ഉണ്ടാക്കാം. വഴുതനങ്ങ പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ഇതിലൊക്കെ ഈ ഭാഗത്തൊക്കെ വേണ്ടില്ലേ, ഇത് പിന്നെ ഇതൊക്കെ നല്ല നീളമുള്ള വഴുതനങ്ങ. അതിൻ്റെ അടിയിലൊരു മത്തന് കായ്ച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഫുള്ള് വഴുതനങ്ങ. ഒരു പിന്നെ 6-7 ചെടികളുണ്ട് പിന്നെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനാവശ്യത്തിൽ കൂടുതലും വഴുതനങ്ങ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല വലുപ്പമുള്ള വഴുതനങ്ങയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ പയർ കേട്ടോ. ഈ പയർ ഒരുപാട് നീളമുള്ള പയറാട്ടോ. ഒരു മുളത്തിലേറെ വലുപ്പം ഇതിനുണ്ട്. വേണ്ടില്ലേ, ഈ നമ്മളെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇതുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത്ര നീളമുള്ള പയറാണിത് കേട്ടോ. നല്ല നീളമുള്ളൊരു പയറാണിത്. ഇതിന് ഒരുപോലെ തന്നെ 2 പയർ അങ്ങനെയൊക്കെ നല്ല കാപ്പിടുത്തുള്ള പയറാണിത്. നമ്മളൊക്കെ പിന്നെ പറിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. ചെറിയ പയറുണ്ട്, വലിയ പയറുകളുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ പയറുകൾ നമ്മൾ മുകൾ ഭാഗത്തൊക്കെ പയറാണ് കേട്ടോ. കണ്ടില്ല, ആ ഭാഗത്തൊക്കെ പയറുണ്ടാവുന്നുണ്ട്. ഇത് നല്ല പടർന്ന് പന്തലിച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല വേണമെങ്കിൽ നമുക്ക് നുള്ളി പിന്നെ തോരൻ വെക്കാം കേട്ടോ. നമ്മൾ അത് ഇല നുള്ളാത്തത്, ഇത് നല്ല കായ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഇല നുള്ളാത്തത്. ഇതാണ് പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു പ്രാണി വന്നിട്ട് ഈ പിന്നെ പൂമ്പാറ്റ വന്നിട്ട് മുട്ടയിടും. അപ്പോൾ അതിന് ഒരു പിന്നെ അതിൻ്റെ ലാർവകൾ വിരിഞ്ഞ് അതങ്ങോട്ട് നാശമാവുന്നത് ഒക്കെ മുട്ടയിട്ടുകാണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഇത് മരുന്നടിച്ചു കൊടുക്കണം. കീടനാശിനി നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കീടനാശിനിയാണ് ചെയ്ത് കൊടുക്കല്. മറ്റ് കീടനാശിനി ഒന്നും ഉപയോഗിക്കലില്ല കേട്ടോ. പിന്നെ ഇവിടെ ചിരങ്ങ കണ്ടില്ലേ, ചിരങ്ങ നല്ല ഒരു 3 കിലോൻ്റെ മേലെ ഉണ്ടാവട്ടെ ഈ ചിരങ്ങ. അവിടെ മാത്രമൊന്നുമല്ല, അതിൻ്റെ ആ ഭാഗത്ത് ഇവിടെയും ചിരങ്ങ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ തക്കാളി ഉണ്ട് കേട്ടോ. തക്കാളി ചെടി ഇതിങ്ങനെ കായ ആയി വരണുള്ളൂ, പൂവിട്ടിട്ടുള്ളൂ. വലിയ തക്കാളി ചെടി വലിയ വലുപ്പമുള്ളതൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോഴാണ് ഇത് പൂവിടുന്നത്. പിന്നെ ഒരു തക്കാളി ഉണ്ടാവുന്നുണ്ട്, ഇത് ചെറുതോ വലുതോ ഒന്നും അറിയില്ല. പിന്നെ ഈ സലാഡ് തക്കാളിയാണോ എന്താ അറിയില്ല. അതിൻ്റെ അവിടെ നമ്മൾ അത് പിന്നെ തൈ പാകിയപ്പോൾ കൂട്ടത്തിൽ മറ്റതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് തക്കാളിയാണെന്ന് നമ്മളത് പിന്നെ തക്കാളി ഉണ്ടായെങ്കിൽ മാത്രമേ അറിയുള്ളൂ. നമ്മളിവിടെ ഏലം പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഏലം വേണ്ടിയില്ലേ, ഏലം നമ്മളവിടെ നല്ല ഷാറായിട്ട് ഏലം ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ചിരങ്ങയാണ് കേട്ടോ. ചിരങ്ങ അത് പറിക്കാനാവുന്നുള്ളൂ, ഇത് ആയിട്ടില്ല. ഒരു 2 കിലോൻ്റെ അടുത്ത് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 കിലോക്ക് മേളിൽ പിന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കയ്പ്പൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കായ തീർന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ മുരടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കയ്പ്പൊക്കെ ഉണ്ട് എന്നാലും, പക്ഷേ അതിൻ്റെ വേലൊക്കെ പഴുത്ത് അതിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ഇതാണ് ഏലം. ഏലം നമ്മളവിടെ നല്ല ഉണ്ടാവുന്നുണ്ട്. അത് മേലത്തുമ്പോൾ പൂവൊക്കെ ഉണ്ട് കേട്ടോ.
ഏലം കായ പിടിക്കണില്ല, എന്നാലും നമ്മളവിടെ കായ്ക്കണുണ്ട് എന്ന് നമുക്ക് പിന്നെ ബോധ്യമായിട്ടുണ്ട്. ഇതിൻ്റെ തൈകളവിടെ പിന്നെ വീണ്ടും അതിൽ പിന്നെ ഈ കായ ഉണ്ടാകണ ഇതിങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്മേലാണ് കായ ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഞാനിപ്പോൾ വിരൽ തൊട്ടിട്ടില്ലേ, ഇതിന്മേലാണ് കായ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങനെ അടിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അത് ഏത് കായ ഉണ്ടാവുന്നതാണോ അല്ലെന്ന് നമുക്ക് തിരിച്ചറിയില്ല. അപ്പോൾ അത് ഇതിന്മേൽ ഏതായാലും കായ ഉണ്ടാകണ ഒരു ഇതാണ്, സ്റ്റെമ്പാണ്. ഇത് കായല്ല, ഇത് തൈയാണ് ഉണ്ടാവുക. ഇതൊക്കെ തൈകളാണ്. ഈ ഭാഗത്ത് നല്ല വേരൊക്കെ നല്ല പിന്നെ പൊട്ടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പക്ഷേ പിന്നെ കായ ഉണ്ടാവണ ഒരിതാവും. ഇതും കായ ഉണ്ടാവണമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു പിന്നെ വലിയൊരു കരുത്തില്ലാതെ നമ്മൾ മെയിൻ പിന്നെ ബ്രാഞ്ചിൻ്റെ മോൾ ഭാഗത്തു നിന്നാണ് പിന്നെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അത് ഏതായാലും പിന്നെ നമുക്ക് പിന്നെ ഏലം ഇവിടെ തന്നെ വിളയിച്ചെടുക്കാമെന്ന് നമുക്ക് മനസ്സിലായിട്ടോ. ഏലം നല്ല വളർച്ചയുള്ള ഏലമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ കർമ്മത്തിൻ്റെ പപ്പായ കേട്ടോ. നമ്മളിവിടെ കർമ്മത്തി എന്നാണ് അതിന് പറയുക. അതുപോലെ സീമച്ചരങ്ങയാണിത്. സീമച്ചരങ്ങ അത് കായ ആയിട്ടില്ല കേട്ടോ. ഇതിനിങ്ങനെ നമ്മൾ മുകൾക്ക് അങ്ങോട്ട് പടർത്തി വിട്ടതാണ്, കായ ആയിട്ടില്ല. അതുപോലെ തന്നെ കുമ്പളങ്ങൻ്റെ പിന്നെ ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ പിന്നെ അമരപ്പയറാണ് കേട്ടോ. നല്ല വാളൻ അമരക്ക, വലുപ്പമുള്ള ഒരു അമരക്കയാണ് ഇതിന്മേൽ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഇത് നമ്മൾ പടവലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പടവല മുളച്ചിട്ടില്ല. ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക്കുന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ചെടി, ഇത് പൂവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കയ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ ചിരങ്ങയുണ്ട് കേട്ടോ. ചിരങ്ങ അവിടെ ഒരു ചിരങ്ങമ്മ കായ ആയിട്ടുണ്ട്. കയ്പൊക്കെ ഇവിടെ കായ ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇതാ ഇത് അതുപോലെ കേട് വന്നിട്ടുണ്ട്. ജന്തുക്കൾ എന്താ കുത്തിയിട്ട് അത് കേട് വന്നതാണ് തോന്നണത്. ആ ഭാഗത്ത് മുകളിലൊക്കെ കയ്പൊക്കെ പിന്നെ അങ്ങനെ ചെറിയ കായകൾ ഉണ്ടാവുന്നുണ്ട്. കയ്പൊക്കെ ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ചീര പറഞ്ഞൊരു ചീരയാണിത്. ഇത് നമ്മളിപ്പോൾ ഒരു തണ്ട് കൊടുന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അപ്പോൾ അതിങ്ങനെ കായ ആയി വരുന്നുള്ളൂ. ഇത് പിന്നെ സർവ്വസുഗന്ധിയാണ് കേട്ടത്. ഇത് കറിയിലൊക്കെ അതിൻ്റെ ഇല ഇടാവുന്നത്. കറിവേപ്പിലുണ്ട്. ഇത് പിന്നെ നമ്മൾ പിന്നെ ഈ ബംബ്ലൂസ് എന്ന് പറയും, മാതോളി എന്നൊക്കെ പറയും. നമ്മളവിടെ മാതോളി എന്നാണ് പറയുന്നത്. ഇത് നമ്മളൊരു പിന്നെ വേര് പിടിപ്പിച്ചിട്ട് പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞ് വേര് പിടിപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടത്. പിന്നെ അപ്പോൾ ഇത് പെട്ടെന്ന് ഈ വർഷം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കായ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ വലിയ നമ്മൾ ബെഡൊക്കെ ചെയ്ത് ഉണ്ടാക്കണ പിന്നെ മാതിരിയാണിത്. പിന്നെ നമുക്ക് പിന്നെ ഇത് തരാം. പിന്നെ അതിന്മേൽ കായ പെട്ടെന്ന് ഉണ്ടാവും. ബെഡ് ചെയ്തെടുക്കണ മാതിരിയാണിത്. നമ്മൾ പിന്നെ വേര് പിടിപ്പിച്ചപ്പോൾ തന്നെ പിന്നെ പഴയ മരത്തിൻ്റെ ആ ഒരു വളർച്ച പിന്നെ പ്രായം അതിനുണ്ടാവുമല്ലോ, നമ്മൾ ബെഡ് വെച്ച ആ ഒരു തണ്ടിന്. അപ്പോൾ ഇതിന് ഇപ്രാവശ്യം ഏതായാലും പിന്നെ കായ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ മൈലാഞ്ചി കുത്തിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി ഇവിടെ പിന്നെ ഈ ഒരു കമ്പ് കുത്തിയതാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പിന്നെ ഇതുണ്ട് കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഈ ഒരു 5 കിലോ ഒക്കെ വലിപ്പം ഉണ്ടാവും ഈ ഒരു പൈനാപ്പിളിൻ്റെ കേട്ടോ. അതിൻ്റെ ഒരു തണ്ട് നമ്മൾ കൊടുന്ന് വെച്ചതാണ്. ഇത് മണ്ണൊന്നും ഇട്ടിട്ടില്ല. ഒന്ന് മണ്ണിട്ട് ഉഷാറായാൽ ഒരു അടുത്ത വർഷം ഏതായാലും, ഈ വർഷം ഏതായാലും അതിന്മേൽ കായ ഉണ്ടാവില്ല, അടുത്ത വർഷം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് ചീര ഇവിടെയുണ്ട് കേട്ടോ. അത് മധുരപ്പ കിഴങ്ങാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടാറ്റോ പറയുന്നത്. ഇവിടെ കായ ഉണ്ടാവും, ഇത് കിഴങ്ങ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഇതായിട്ട് നമ്മൾ പറിക്കണുള്ളൂ. ഇപ്പോൾ പറിക്കണില്ല കേട്ടോ. ഇവിടെയൊക്കെ കിഴങ്ങ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാന്താരി മുളക്, ഇതൊക്കെ മരം നശിച്ചു പോയിട്ട് ഈ ഒരു പിന്നെ ഒരു പ്രാണികൾ, വെള്ളീച്ച പറഞ്ഞൊരു പ്രാണി ഉണ്ടായിട്ട് നിങ്ങളെ പിന്നെ മുളക് ഉണ്ടെങ്കിലും അത് ഒരു ഉഷാറായിട്ട് ഉണ്ടാവണില്ല കേട്ടോ. പിന്നെ കറിവേപ്പ് മരം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാന്താരി മുളക് മരം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു കേട് വന്നിട്ടേ നമുക്കത് വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇത് വെള്ളമുളകാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് വെള്ള കാന്താരി മുളകാണിത്.
ഇതിലൊക്കെ ഈ ഒരു ഇതുണ്ടല്ലേ, ഒരു പ്രാണികൾ പാറിനുണ്ട് നിങ്ങൾ ഇതുണ്ട്. ഇതൊക്കെ ഈ ഒരു പ്രാണി ഇത് നമ്മൾ എത്ര മരുന്നടിച്ചിട്ടും പിന്നെ ഈ കുറച്ച് കീടനാശിനി വീര്യമുള്ളതൊക്കെ കൊടുന്ന് അടിക്കണം. അടിച്ചാൽ പോകും, പിന്നെ നമുക്ക് അത് കഴിക്കാനും പറ്റില്ലല്ലോ. ഇവിടെ ഇഞ്ചി ഉണ്ട് കേട്ടോ, ഇഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇഞ്ചിയാണ്. പിന്നെ ഇത് ഇവിടെ പച്ചമുളകാണ് കേട്ടോ, അത് വറ്റൽമുളകിൻ്റെ തൈ. ഇപ്പോൾ പിന്നെ നമ്മൾ മണ്ണിട്ടിട്ടുള്ളൂ കേട്ടോ. വളമൊക്കെ അടിയിൽ കുറച്ച് വളം, തോല്, അങ്ങനത്തെ കരിയിലതൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ മണ്ണിട്ടതാണ്. ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ വേറെ വളങ്ങൾ കൊടുക്കട്ടോ. അതുപോലെ തന്നെ ഇവിടെയും തക്കാളി ഉണ്ട്. തക്കാളി എല്ലായിടത്തും ഉണ്ട്. മുളകിൻ്റെ തൈയുണ്ട്. നമ്മൾ ഈ പിന്നെ വഴുതനങ്ങൻ്റെ സൈഡിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ ഇന്നലെ കാണിച്ചതാണിത്. ചോളത്തിൻ്റെ തൈകളാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വിയറ്റ്നാം വേരിൽ പ്ലാവിൻ്റെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഉഷാറായിട്ട് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ആ ഭാഗത്തുണ്ട്, അവിടെയുണ്ട്. ഇത് പിന്നെ നല്ല നമ്മൾ ഇത് നട്ടിട്ട് ഒരുപാട് ഇലകൾ ഇതിന്മേൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് ഉണ്ട്. നമ്മളിതിന് വളമൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ലൊരു പിന്നെ തൈയാണ്. ഇതിനുള്ള പ്രശ്നം നമ്മൾ ഇതിൻ്റെ ബെഡ് ചെയ്തതിൻ്റെ മേലക്കാണിത് മണ്ണ് ആക്കേണ്ടത്. അത് നമ്മൾ ആ മുളകിന് മണ്ണ് വെച്ചപ്പോൾ ഇവിടെ മണ്ണായിട്ടുണ്ട്. ഈ എപ്പോഴും ഇതിങ്ങനെ നിർത്തണം കേട്ടോ. ഈ ബെഡിൻ്റെ മേലേക്ക് മണ്ണാകാൻ പാടില്ല. മണ്ണായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചിലപ്പോൾ ആ ചെടി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് വേറെ അതിൻ്റെ മദർ പ്ലാന്റുമെന്നൊരു പിന്നെ ഇത് പൊട്ടി പിന്നെ മുളച്ച് അതുണ്ടായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ ബെഡ് ചെയ്ത ആ പീസാണ് പോകും, പിന്നെ മറ്റേതാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ത് പ്ലാവാന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പം നമ്മുടെ നാട്ടിലുള്ള പ്ലാവിനേക്കാരം എന്നും കായ്ക്കണ ഏത് സമയത്തും ചക്ക ഉണ്ടാകണമെന്നില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ഇത് ഏത് സമയത്ത് നമുക്ക് ചക്ക അതിമന്ന് കിട്ടും കേട്ടോ. ഇത് നമ്മൾ പിന്നെ മണ്ണ് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് മണ്ണ് മൂടുമ്പോൾ നമ്മളിത് എപ്പോഴും നമ്മളിത് ഒഴിവാക്കി കൊടുക്കണം. വേണ്ടില്ല, അവിടെ വേര് പൊട്ടിയിട്ടുണ്ട്. ആ വേര് നമ്മൾ കളഞ്ഞ് എപ്പോഴും ഇത് മണ്ണിൻ്റെ മേലാക്കി കൊടുക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ പ്ലാവേണ്ട ഒരു കാര്യമില്ലാതാവും കേട്ടോ. എല്ലാവരും അങ്ങനത്തെ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം.